അപ്പോൾ ഇന്ന് നമ്മൾ കടക്കുളിക്കാനുള്ളൊരു പൂതി രാവിലെ തന്നെ സീബാതി. അപ്പോൾ ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കടക്കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒന്നും നോക്കിയില്ല, രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അലക്ക് കഴിഞ്ഞപ്പോൾ എന്തായാലും കടക്കുളിക്കാനുള്ളൊരു പൂതി. അങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നമ്മളൊന്ന് കടക്കുളിക്കാൻ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ റെഡി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി, ഞാനും എൻ്റെ ഫാമിലിയും കൂടി കടക്കുളിക്കാൻ പോയി. പോകുന്ന വഴിയിൽ ആരോ പുറകിൽ നിന്ന് വിളിച്ച് അവരോട് സംസാരിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോയി. എവിടേക്ക് പോണ്ടേ? എവിടേക്ക് പോണ്ടേ? എവിടേക്ക് പോണ്ടേ? കോയ എവിടേക്ക് പോണ്ടേ? എവിടേക്ക് പോണ്ടേ? കോയ എവിടേക്ക് പോണ്ടേ? എന്നെ പോണ്ടേ? ഇങ്ങനെ ഞങ്ങൾ കടക്കുളിക്കാൻ പോവാണ്. കടക്കുളിക്കാൻ പോവാണ് ഗേൾസ്. അപ്പോൾ രാവിലെ എനിക്ക് തോന്നിയ ഒരാഗ്രഹം പാളിപ്പോയി, മൂഞ്ചി പോയൊരവസ്ഥയിലാണ്. കാരണം കടക്കുളിക്കാൻ വേണ്ടിയിട്ട് കടപ്പുറത്ത് വന്ന് നോക്കുമ്പോഴേക്കും ലോട്ടേഡാണ്, ഭയങ്കരമായിട്ട് ലോട്ടേഡാണ്. ഇത് നമ്മൾ ആ പാലത്തിൻ്റെ അറ്റം വരെ പോയാലും നമുക്ക് ഇത്രയും ഇത് ഇറക്കം ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഡീസാലിനേഷൻ പ്ലാന്റ്. കടൽ വെള്ളം കുടിവെള്ളമായിട്ട് ശുദ്ധീകരിച്ച് തരുന്നില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ കടകുളിക്കാൻ വരാൻ വന്നു. മോളാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അവൾ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. കടലിൽ ഇറങ്ങാൻ ഭയങ്കര മടി, പേടിയാണ് ആൾക്ക്. കടൽ കുളിക്കാൻ കൊണ്ടുപോയിട്ടൊന്നും പരിചയമില്ല. അങ്ങനെ ഭയങ്കര പേടി. ഹസ്ബൻഡാണെങ്കിൽ പോയി അവിടെ നിന്നിട്ട് അത്രയും വെള്ളമേ ഉള്ളൂ, നോക്കിയേ മുട്ട് വരെ. അപ്പോൾ അവിടെ കളിക്കാൻ നോക്കിയിട്ട് ഭയങ്കര ഒരു കല്ലും അങ്ങനെ ഒരു അവസ്ഥ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ മാറി അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് സ്ഥലം മാറി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നല്ല പഞ്ചാര മണൽ, നല്ല വെളുത്തിട്ടുള്ളൊരു ഇത് കാണുന്നില്ലേ. അപ്പോൾ ഇവിടെ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആഹാ അടിപൊളി. ഒരാൾ പേടിച്ചിട്ട് കരയിൽ നിൽക്കുന്നു, മോളാണെങ്കിൽ വാപ്പനെ വിടുന്നില്ല പേടിച്ചിട്ട്. അങ്ങനെ ഞാനും മോളും കൂടി അടുത്ത നീരാട്ട് തുടങ്ങി. അതിനിടയിൽ അവൾക്ക് തലയിൽ വെള്ളം പോയി കുടുങ്ങി. അങ്ങനെ പിന്നെ അതും കുറേ നേരം തട്ടി നിന്നു. അങ്ങനെ ഇന്നത്തെ കടൽകുളി ഇവിടെ അവസാനിച്ചു. കടൽകുളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ സമ്മതിക്കുന്നില്ല, ഭയങ്കര വാശി കയറുന്നില്ല. അങ്ങനെ കടൽകുളിയും കഴിഞ്ഞ് 2-3 ഫോട്ടോസും എടുത്ത് ഞങ്ങളിന്ന് യാത്രയായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.